വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക ക്രമക്കേടുകൾ നടത്തിയ 4 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 30-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുടെ നേതൃത്വത്തിൽ 19/6/2024, 21/6/2024 എന്നീ തീയതികളിൽ മുൻവർഷത്തെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളുടെ നടത്തിപ്പ് ഫയലുകൾ പരിശോധിച്ചപ്പോഴാണ് വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നത്. പരിശോധനയിൽ മുൻവർഷത്തെ പ്രവർത്തന ഫയലുകളിൽ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം നിഷ്കർഷിക്കുന്ന രീതിയിൽ ഉള്ള എല്ലാ റെക്കോർഡുകളും ഇല്ലെന്നായിരുന്നു കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 4 ജീവനക്കാരെ പിരിച്ചുവിട്ടത്. അക്രഡിറ്റ് എഞ്ചിനീയർ മെഫിൻ ജയം, ഓവർസിയർ ആർ അമ്പിളി, ATTമാരായ എബിനീസർ എബിനി, എ സതി എന്നിവരെയാണ് പിരിച്ചുവിട്ടുകൊണ്ട് ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിരിക്കുന്നത്. പരിശോധനയിൽ 23 ഗുരുതര കുറ്റങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. കാലാകാലങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സംസ്ഥാന മിഷനും ജില്ലാ മിഷനും നൽകുന്ന ഉത്തരവുകളും സർക്കുലറും മാർഗനിർദ്ദേശങ്ങളും പാലിക്കാതെയാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു എന്ന പരാതിയുടെ പരിശോധനയിലാണ് നടപടി. മസ്ട്രോൾ തയ്യാറാക്കുന്നതിലും എംബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കൊടുത്ത തുകയും തമ്മിൽ വ്യത്യാസം തൊഴിലാളികൾക്ക് അർഹതയുള്ള കൂലി നിഷേധിക്കുകയും നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് നടത്തിയിരിക്കുന്നതെന്നും കണ്ടെത്തിയിരുന്നു. കരാർ വ്യവസ്ഥയിലായിരുന്നു പിരിച്ചുവിട്ട ജീവനക്കാർ വർഷങ്ങളായി ഗ്രാമപഞ്ചായത്തിൽ ജോലി ചെയ്തു വന്നിരുന്നത്. ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയ കാരണങ്ങൾ തിരുവനന്തപുരം തൊഴിലുറപ്പ് മിഷൻ ഡയറക്ടർക്കും ഇടുക്കി LSGD ജോയിന്റ് ഡയറക്ടർക്കും കൈമാറിയിട്ടുമുണ്ട്. പിരിച്ചുവിട്ട ജീവനക്കാർ സർവീസിൽ തുടരുന്നത് തൊഴിലുറപ്പ് പദ്ധതികളുടെ നടത്തിപ്പിനെ വിപരീതമായി ബാധിക്കുന്നതിനാൽ ഇവരുടെ കരാർ പുതുക്കി നൽകുന്നത് ഉചിതമല്ല എന്നും ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഹായ്, എൻ്റെ പേര് നിവ്യ. ഞാൻ 20 ഏക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് നെടുങ്കണ്ടം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഹായ്, ഐ ആം തസ്നിമ. ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഹായ്, ഞാൻ അരുണിമ. നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത്. പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് SN ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഹായ്, ഞാൻ അമർദീന്ദു. ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ്. എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, ഞാൻ ഗ്രീഷ്മ. എൻ്റെ വീട് തൂക്കുവാലാണ്. ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, എൻ്റെ പേര് കെസിയ. ഞാൻ കുമളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ബാച്ചിൽ പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ്. പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ്. 19-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം.